ഹലോ. അപ്പോൾ ഇന്ന് ചിത്തിരയാണ്. അപ്പോൾ നമ്മൾ ചിത്തിര പൂക്കളം ഇടാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ അതേ അമ്മ രാവിലെ ചാണകമൊക്കെ മെഴുകി വെച്ചിട്ടുണ്ട്. ഇപ്പം ഞാനാണെങ്കിൽ പൂവൊക്കെ പറിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അങ്ങനെ ഞാൻ പൂക്കളം ഇടാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഫസ്റ്റ് ആണെങ്കിൽ ആ ബന്ദിപ്പൂ ആണെങ്കിൽ ജസ്റ്റ് ഒരു ലെയറായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഒരുപാട് ബന്ദിപ്പൂക്കളുണ്ടായിരുന്നു. അതിഥി മോള് കിടന്ന് ഉറങ്ങുകയാണ്. അവൾ എണീറ്റ് വന്നു കഴിഞ്ഞാൽ സൈഡിൽ വേറൊരു പൂക്കളം കൂടി ഇടണം, അല്ലെങ്കിൽ അവൾ ഈ പൂക്കളത്തിനകത്ത് വന്നിട്ട് ഓരോ പൂവൊക്കെ എടുത്തിടും. അപ്പോൾ ഇതാണ് നമ്മുടെ ചെറിയ പൂക്കളം. എനിക്ക് ഇന്നലത്തേനേക്കാളും ഇതാണ് കേട്ടോ കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടെ. അപ്പോഴാണ് ട്വിസ്റ്റ്, അമ്മയാണെങ്കിൽ കുറച്ച് പൂക്കൾ കൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു രാവിലെ. അന്നേരം ആ പൂക്കളും കൂടെ ഇതിൻ്റെ കൂടെ ഇടാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ ഞാൻ വിചാരിച്ചു എന്നാൽ അതും കൂടി ഇടാം. അപ്പോഴേക്കും എന്തേ അതിഥി മോൾ എണീറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവളുടെ പൂക്കൾ അവൾ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അയ്യോ, ഉറക്കത്തിൽ നിന്ന് എണീറ്റ് വന്നപ്പോഴേ ആദ്യം നോക്കിയത് പൂക്കളം കിട്ടുമെന്നാണ് കേട്ടോ. എന്നിട്ട് ഓടി വന്നിരുന്ന് പൂക്കളം ഇടുകയാണ്. അന്നേരം എന്തേ ചെമ്പരത്തിയുടെ ഞെട്ടൊക്കെ എടുത്ത് കളഞ്ഞിട്ടാണ് ഇടുന്നത്. അവൾ നമ്മൾ വരച്ചു കൊടുക്കുന്ന ആ വരിയിലൂടെ തന്നെ ഇടുന്നുണ്ടായിരുന്നു. ഇതാണ് നമ്മുടെ പൂക്കളം. അമ്മ കൊണ്ടുവന്ന വയലറ്റ് പൂക്കളും എല്ലാം കൂടി ഇട്ട് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ആദ്യം ഇട്ടതാണോ ഇഷ്ടപ്പെട്ടത്, രണ്ടാമത് ഇട്ടതാണോ ഇഷ്ടപ്പെട്ടതെന്ന് കമൻറ്റ് ചെയ്യണേ. എനിക്ക് രണ്ടും ഇഷ്ടപ്പെട്ടു. എൻ്റെ പരീക്ഷയൊക്കെ തീർന്നു കേട്ടോ. ഇന്നലെ ആയിരുന്നു ലാസ്റ്റ് പരീക്ഷ, സോഷ്യൽ സയൻസ് ആയിരുന്നു. അങ്ങനെ പരീക്ഷയൊക്കെ തീർന്ന് ഇനി 29-ാം തീയതി ഓണപ്പരിപാടിയാണ്. അപ്പോൾ ഇന്ന് 10 മണിക്ക് അതിൻ്റെ തിരുവാതിരയുടെ പ്രാക്ടീസിന് പോകണം. ഇതാണ് നമ്മൾ ആദ്യം ഇട്ട പൂക്കളം. പിന്നെ ഇതാണ് നമ്മൾ രണ്ടാമത് മറ്റേ വയലറ്റ് പൂക്കളും എല്ലാം കൂടെ ഫില്ല് ചെയ്ത പൂക്കളം.